ലബു മിനിഞ്ഞാന്നത്തെ കഥ എങ്ങനെ ഉണ്ടായിന്? അടിപൊളിയാ. അപ്പൊ നമ്മളന്ന് പറഞ്ഞിട്ടില്ലേ ഇനിയും ഒരുപാട് കഥകൾ പറയണമെന്നല്ല. അപ്പൊ അന്ന് പറഞ്ഞിട്ട് 1001 രാവുകൾ എന്നുള്ള ബുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? 1001 രാവുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? എവിടുന്ന് കേട്ടെ? മുമ്പ് ഞാൻ 1001 രാവുകൾ എന്നുള്ള പുസ്തകത്തിലെ കഥ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതാണ് 1001 രാവുകൾ. ഇതാ വലിയൊരു ബുക്കാണ്. ഈ ബുക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട കൃതികളിൽ ഒന്നാണ് 1001 രാവുകൾ. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി കൂടിയാണ്. ലോകത്തിന് അറബികളുടെ സംഭാവന എന്നറിയപ്പെടുന്ന കൃതിയാണിത്. ഒരു മനുഷ്യൻ ജീവിതത്തിലെ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. അത്രയും ഒരുപാട്, അതായത് ഇന്ത്യ, യൂറോപ്പ്, ഏഷ്യ അതുപോലെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ അറിയപ്പെട്ട ആ രാജ്യങ്ങളെല്ലാം കവർ ചെയ്തിട്ട് വരുന്ന കഥാസമാഹാരമാണ് ഈ 1001 രാവുകൾ. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ 1001 രാവുകൾ എന്നുള്ള ബുക്ക് എഴുതിയത് ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ലോകത്തിന് അറബികളുടെ സംഭാവനയാണ്. ഇതിന് പ്രത്യേകിച്ചൊരു എഴുത്തുകാരനില്ല. ഇതിൽ നിന്നാണ് പഞ്ചതന്ത്ര കഥകൾ പോലെയുള്ള കഥകളെല്ലാം പിന്നീട് വരുന്നത്. അപ്പൊ ഈ 1001 രാവുകൾ ഉണ്ടാവാൻ ഇതെങ്ങനെയാണ് ഈ 1001 രാവുകൾ എന്ന പേര് വന്നതെന്ന് നിനക്കറിയോ? ആ പേര് എങ്ങനെയാണ് 1001 രാവുകൾ എന്നുള്ള പേര് വന്നത് എന്നത് ഒരു കഥയാണ്. പണ്ട് ഒരുപാട് കാലം മുമ്പ് വീരശൂര പരാക്രമിയായ ഒരു രാജാവ് ഒരു രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്, ഷഹരിയാറും ഷാസമാനും. ഇവർ രണ്ടുപേരും രാജാക്കന്മാരായി 2 രാജ്യം ഭരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ഈ ഏട്ടന് അനിയനെ കാണാൻ, അതായത് അനിയനായ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉദിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് രാജ്യസമേതായിട്ട് ഇവര് ഈ ഏട്ടൻ എന്ത് ചെയ്യാണ്? അനിയനെ കാണാൻ വേണ്ടി, അനിയനായ രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുകയാണ്. ഒരു ദിവസം രാത്രി അങ്ങനെ ഒരുപാട് കുതിര പടയാളികളും അതുപോലെ തന്നെ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ രാജാവിന് പെട്ടെന്ന് എന്തോ ഒരു യാത്ര തടസ്സം വന്നു. ഈ പോകുന്ന വഴിയിൽ തടസ്സം വന്നത് കാരണം രാജാവ് യാത്ര അവിടുന്ന് മതിയാക്കിയിട്ട് തിരിച്ച് കൊട്ടാരത്തിലേക്ക് തന്നെ വരികയാണ്. കൊട്ടാരത്തിലേക്ക് വന്നിട്ട് തൻ്റെ റൂമിൻ്റെ ഡോറ് വന്നിട്ട് മുട്ടിയിട്ട് ഡോറ് തുറന്നു നോക്കുമ്പോൾ രാജാവ് വല്ലാത്തൊരു കാഴ്ച കാണുകയാണ്. തൻ്റെ ഭാര്യ വേറൊരാളുമായിട്ട് കിടക്കയിൽ കിടക്കുന്ന കാഴ്ചയാണ് ആര് കണ്ടത്? രാജാവ് കണ്ടത്. അതോടുകൂടി രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യമായി. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഉറയിൽ നിന്ന് വാൾ ഊരിയിട്ട് തൻ ഭാര്യയെയും അതേപോലെ തന്നെ അവരെയും വെട്ടിക്കൊന്നു. ആ നീഗ്രോ എന്ന് പറഞ്ഞൊരു പടയാളിയാണ്, അയാളെയും വെട്ടിക്കൊന്നു. 2 പേരെയും വെട്ടിക്കൊന്നു രാജാവിന് ഭയങ്കര ദേഷ്യമായി. തൻ്റെ ഭാര്യയെ പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ഞാൻ എന്തൊരു രാജാവാണ്. രാജാവിന് പിന്നെ സ്ത്രീകളോട് മൊത്തം ദേഷ്യമായി. എന്നിട്ട് പിറ്റേന്ന് രാവിലെ രാജാവ് ദർബാർ ആള് വിളിച്ചു കൂട്ടി. ദർബാർ ആൾ അറിയില്ലേ? മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് രാജാവ്, ഞാൻ ചുരുക്കി പറയാണ് കേട്ടോ, രാജാവ് ഒരു തീരുമാനം എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇനി ഞാനൊരു തീരുമാനം പറയാൻ പോവാണ്. എന്താണെന്നറിയോ? എനിക്ക് ഈ രാജ്യത്തുള്ള മുഴുവൻ, രാജ്യത്തു നിന്നല്ല ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളോട് വെറുപ്പായി. ചതിയന്മാരാണ് ഈ സ്ത്രീകൾ. അതുകൊണ്ട് ഞാൻ എല്ലാ സ്ത്രീകളെയും കൊല്ലും. ഇതെന്റെ രാജകൽപ്പനയാണ്. പക്ഷെ ഞാനൊരു ഉത്തരവ് ഇറക്കാൻ പോവാണ്. എന്താണ് ഉത്തരവ്? എല്ലാ ദിവസവും രാത്രി ഈ രാജ്യത്തുള്ള ഓരോ പെണ്ണ് എൻ്റെ കടപ്പറയിലേക്ക് വരണം. രാത്രി എൻ്റെ കൂടെ കിടക്കണം രാത്രി. എന്നിട്ട് രാവിലെ ആവുമ്പോൾ സുബഹി ബാങ്കിന്റെ സമയത്ത്, സുബഹി ബാങ്കിലെ സമയമാവുമ്പോൾ ബാങ്ക് കൊടുക്കലോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ പെണ്ണിനെ കൊല്ലും, തലവെട്ടിക്കൊല്ലും. അതാണ് രാജകൽപ്പന. അങ്ങനെ രാജ്യത്തുള്ള രാജാവിന്റെ രാജകൽപ്പന പിന്നെ അനുസരിച്ചേ പറ്റൂ അല്ലെ? മന്ത്രിമാരും ആരായാലും അനുസരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഓരോ ദിവസവും ഓരോ രാത്രിയിലും രാജാവിന്റെ അടുക്കലേക്ക് ഓരോ പെൺകുട്ടികൾ നെറുക്കിട്ടിട്ടാണ് കൊണ്ടുവരിക. അങ്ങനെ ഓരോ ദിവസവും ഓരോ പെണ്ണ് രാജാവിന്റെ അടുത്തേക്ക് വരികയും രാജാവ് രാജാവ് രാത്രിയിൽ ഈ പെണ്ണിനെ കൂടെ കിടന്നുറങ്ങുകയും പുലർച്ചെയാവുമ്പോൾ തലവെട്ടിക്കൊല്ലുകയും ചെയ്യും. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. രാജ്യത്ത് ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ കൊല ചെയ്യപ്പെടാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്?
രാജാവ് ഇങ്ങനെ ഓരോ പെൺകുട്ടിയെയും കൊല്ലാൻ തുടങ്ങി. ഒരു ദിവസം നെറുക്ക് വന്നത് മന്ത്രിയുടെ മകൾക്കാണ്. മനസ്സിലായ? മന്ത്രിയുടെ മകൾ. മന്ത്രി ആകെ വെപ്രാളപ്പെട്ടു. കാരണം 2 മക്കളേ ഉള്ളൂ മന്ത്രിക്ക്, 2 പെൺമക്കളാണ്. അതിൽ നിന്നുള്ള ഒരു മൂത്ത പെൺകുട്ടിക്കാണ് എന്ത് വന്നത്? നെറുക്ക് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി മന്ത്രിയുടെ മകളെയാണ് രാജാവിന്റെ മുറിയിലേക്ക് എത്തിക്കേണ്ടത്. മന്ത്രിക്ക് ആകെ വിഷമായി. എന്തു ചെയ്യാൻ പറ്റും? അനുസരിച്ചല്ലേ പറ്റൂ. മന്ത്രിക്ക് 2 പെൺമക്കളാന്ന് പറഞ്ഞല്ലോ. മൂത്തവൾ ഷെഹറാസാദ്, രണ്ടാമത്തവൾ ദുനിയാസാദ്. ഈ ഷെഹറാസാദിന്റെ നെറുക്കാണ് വന്നത്. ഈ ഷെഹറാസാദിന് ഒരു പ്രത്യേകതയുണ്ട്. അതീവ ബുദ്ധിമതിയാണ്. ഒരുപാട് കവിതകള്, ഒരുപാട് കഥകള്, എല്ലാത്തിനെ കുറിച്ചൊരു നല്ല വിജ്ഞാനമുണ്ട്. അപ്പൊ മന്ത്രി വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, മോളെ നിന്റെ നെറുക്കാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി രാജാവിന്റെ കൂടെ നീയാണ് പോകേണ്ടത്. നാളെ ആവുമ്പോ നിന്റെ ജീവനില്ലല്ലോ, നിന്നെ രാജാവ് കൊല്ലൂലേ, എന്താ ചെയ്യാ? എനിക്ക് അനുസരിച്ച് നമുക്ക് നാട് വിട്ടു പോയാലോ? അപ്പൊ മകള് പറഞ്ഞു, ബാപ്പ നമ്മൾ എവിടെ നാട് വിട്ടു പോയി കഴിഞ്ഞാലും രാജാവ് നമ്മളെ കണ്ടെത്തും. അതിനുകൊണ്ട് നാട് വിട്ടു പോയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഞാൻ രാത്രി പോകാം. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ പറയാം, അതേപോലെ നിങ്ങൾ അനുസരിക്കണം. എന്നിട്ട് അനിയത്തി ദുനിയാസാദിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം, നീ അതുപോലെ ചെയ്യണം. എന്താ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ബാപ്പയുടെ കൂടെ പിന്നെ കൊട്ടാരത്തിലേക്ക് പോകും, അപ്പൊ നീയും വരണം. എന്നിട്ട് രാത്രി രാജാവിന്റെ മുറിയിൽ കടന്നുറങ്ങുന്ന സമയത്ത് പാതിരാത്രി ആകുമ്പോൾ നീ വന്നിട്ട് ഡോറിൽ മുട്ടണം. അപ്പൊ രാജാവ് ആരാൻ ചോദിക്കും. അപ്പൊ ഞാനാണ് ഷെഹറാസാദിന്റെ അനിയത്തി ദുനിയാസാദാണെന്ന് പറയണം. അപ്പൊ രാജാവ് എന്താ ചോദിക്കുമ്പോ രാജാവ് വാതിൽ തുറക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയണം. അങ്ങനെ രാജാവ് വാതിൽ തുറന്നാല് പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ചിലപ്പോ ഈ രാജ്യത്തുള്ള മുഴുവൻ പെൺകുട്ടികളും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാരണമാവും. അതെന്താ കാരണം? അതൊക്കെ ഞാൻ പിന്നെ പറയാം, നീ ഞാൻ പറഞ്ഞതുപോലെ കേൾക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദുനിയാസാദ് പറഞ്ഞ താത്ത അതേപോലെ ചെയ്യാം. അങ്ങനെ ഷെഹറാസാദും പിന്നെ മന്ത്രിയും പിന്നെ മകളും കൂടിയിട്ട് രാജകൊട്ടാരത്തിലേക്ക് പോയി. രാത്രിയാവുമ്പം ഷെഹറാസാദ് രാജാവിന്റെ മുറിയിലേക്ക് കയറി. ഏകദേശം പാതിരാത്രിയാവും, ഞാൻ ചുരുക്കി പറയാം കേട്ടോ. പാതിരാത്രിയാകാനാവുമ്പോൾ അനിയത്ത് ദുനിയാസാദ് വന്നിട്ട് ഡോറിൽ മുട്ടി, രാജാവിന്റെ റൂമിന്റെ. അപ്പൊ രാജാവ് ചോദിച്ചു, ആരാ എന്നാ പറഞ്ഞു, ഞാനാ ദുനിയാസാദ്, ഷെഹറാസാദിന്റെ അനിയത്ത് ദുനിയാസാദാണ്. എന്താ? വാതിൽ തുറക്കുക, എനിക്ക് ഒരു കാര്യം പറയാനാണ് രാജാവ് എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു ഷെഹറാസാദിനോട്, നിന്റെ അനിയത്തിയാണ്, പോയി വാതിൽ തുറക്കുന്ന് പറഞ്ഞു. അങ്ങനെ ഷെഹറാസാദ് പോയിട്ട് വാതിൽ തുറന്നു നോക്കുമ്പോ അനിയത്തി. എന്താ മോളെ ചോദിക്കും. പറയുന്നു, ഇത്താത്ത എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഇന്നും കൂടിയല്ല ഇത്താത്താനെ എനിക്ക് കാണാൻ പറ്റുള്ളൂ, നാളെ രാവിലെ ആവുമ്പോ രാജാവ് കൊല്ലൂലേ, അതുകൊണ്ട് എനിക്ക് ഇത്താത്താന്റെ കൂടെ കടന്നുറങ്ങാൻ വേണം, അതോടൊപ്പം ഇത്താത്താന്റെ കഥയും കേൾക്കണം. ദിവസവും നിങ്ങൾ എനിക്ക് കഥ പറഞ്ഞു തരാറില്ലേ ഇത്താത്ത, എനിക്ക് കഥ പറഞ്ഞു തരാറില്ലേ? എനിക്ക് കഥ പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് എനിക്ക് കഥ പറഞ്ഞു തരണം. ഇപ്പൊ രാജാവ് പറഞ്ഞു, പിന്നെ കഥയൊന്നും പറയാനൊന്നും പറ്റൂല, നീ പോന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഷെഹറാസാദ് പറഞ്ഞു, പ്ലീസ് രാജാവേ, എനിക്ക് ഇന്നു കൂടിയല്ല ആയുസുള്ളൂ, എൻ്റെ അനിയത്തിക്ക് ഞാനൊന്ന് കഥ പറഞ്ഞു കൊടുത്തോട്ടെ. ഓക്കെ, കഥ പറയുന്നൊക്കെ ശരി, പക്ഷെ ഈ റൂം വിട്ടിട്ട് നീ പുറത്തു പോകാൻ വേണ്ടി പറ്റൂല, ഇവിടെ നിന്ന് വേണമെങ്കിൽ പറഞ്ഞോ ഈ റൂമിൽ നിന്ന്. അങ്ങനെ ദുനിയാസാദിനെ റൂമിന്റെ അകത്തേക്ക് കയറ്റി ഡോറ് പൂട്ടി. ദുനിയാസാദിന് ഷെഹറാസാദ് ഇത്താത്ത കഥ പറഞ്ഞു കൊടുക്കുകയാണ്. രാജാവ് അത് കേൾക്കുകയാണ്. അങ്ങനെ ഇത്താത്ത അല്ല അടിപൊളി ഒരു കഥ ആര് പറഞ്ഞു കൊടുത്തു? ഷെഹറാസാദ് ദുനിയാസാദിന് പറഞ്ഞു കൊടുത്തു. അത് ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്ഥലത്ത് ചിരിക്കുന്നുണ്ട്, കുറെ സ്ഥലത്ത് കരയുന്നുണ്ട്, കുറെ സ്ഥലത്ത് ഭയം വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കഥ, അടിപൊളി കഥ പറഞ്ഞിട്ട് അതിന്റെ ത്രില്ലിലെത്തുന്ന സമയമില്ലേ, ആ കഥന്റെ ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു. അപ്പൊ രാജാവ് കൽപ്പന എന്താണ്? ബാങ്ക് കൊടുത്താൽ കൊല്ലണം അല്ലേ? രാജാവ് പറഞ്ഞു, പെട്ടെന്ന് ബാക്കി ഈ കഥന്റെ ബാക്കി പറ, എനിക്ക് നിന്നെ കൊല്ലണ്ടിയാണെന്ന് പറഞ്ഞു. എന്നാൽ ഷെഹറാസാദ് പറഞ്ഞു, ഇല്ല, ഈ കഥന്റെ ബാക്കി ഞാൻ നാളെ രാത്രിയെ പറയുള്ളൂ. എന്നെ കൊന്നാലും ശരി, ഞാൻ പറയില്ല, വേണമെങ്കിൽ എന്നെ കൊന്നോ. അപ്പൊ രാജാവ് പറഞ്ഞു, അത് ശരിയാവില്ല, ഇന്നെ പറയണം എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നെ കൊന്നോ, രാജാവ് എന്നെ കൊന്നോ, എന്നാലും ഞാൻ ഈ കഥന്റെ ബാക്കി പറയണമെങ്കിൽ ഇന്ന് രാത്രിയെ അല്ല നാളെ രാത്രിയെ പറയുള്ളൂ എന്നാണ്. അപ്പൊ രാജാവ് പറഞ്ഞു, ഏതായാലും ഈ കഥ കേട്ടിട്ട് അതിന്റെ ത്രില്ലങ്ങ് പോയിട്ടില്ല, അത്രയും രസമുള്ള കഥയാണ്, ഇതിന്റെ ബാക്കി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇവക്ക് ആയുസ് നീട്ടിക്കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ രാജാവ് ഒരു ദിവസം ആയുസ് നീട്ടിക്കൊടുത്തു. അന്ന് രാത്രിയായിട്ട് പിന്നെ വീണ്ടും ദുനിയാസാദിനെ വിളിച്ചു, ഈ കഥന്റെ ബാക്കി പറയാൻ തുടങ്ങി.
രാജാവ് അത്ഭുതത്തോടെ കേട്ട് ഈ കഥന്റെ ബാക്കി പറഞ്ഞ് ഇവള് വേറൊരു കഥ തുടങ്ങി. അത് നല്ല അടിപൊളി, ഇന്നലെ പറഞ്ഞ പോലെ ഭയങ്കര ത്രില്ലിലായി ക്ലൈമാക്സ് എത്തുന്ന സമയത്ത് ബാഗ് കൊടുത്ത് അപ്പാടി ഇവൾ അവിടെ കഥ നിർത്തി. എന്നിട്ട് പറഞ്ഞു ഈ കഥന്റെ ബാക്കി ഇനി അടുത്ത ദിവസമേ പറയുള്ളൂ. ഇങ്ങനെ ഓരോ ദിവസവും രാജാവ് ത്രില്ലിൽ നിൽക്കുന്ന സമയത്ത് കഥ നിർത്തും, എന്നിട്ട് കൊല്ലാൻ വേണ്ടി പറ്റൂല. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഇപ്പൊ കഥ പറഞ്ഞു. ഷെഹറാസാദ് ദുനിയാസാദിനോടും ഈ രാജാവിനോട് കഥ പറഞ്ഞു. അങ്ങനെ 1001 രാവുകളിലെ ആ പെങ്ങിട്ട് ഷെഹറാസാദ് 1001 രാവുകളിൽ പറഞ്ഞ കഥയാണിത്. 1001 രാവുകൾ എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്നത്. അപ്പൊ 1001 രാവുകളിൽ നിന്ന് അറിയപ്പെടുന്ന ഈ ബുക്ക് ഈ ബുക്കിലാണ് 1001 രാവുകളിലെ കഥ മുഴുവനും ഉള്ളത്. ഷെഹറാസാദ് ദുനിയാസാദിനോട് പറഞ്ഞ കഥകളാണ് ഈ ബുക്കിലുള്ളത്. ഈ കഥകള് ഈ രാജാവ് കേട്ടപ്പോ 1001 രാവുകളില് ഈ കഥ കേട്ടപ്പോ രാജാവ് വേറൊരു മനുഷ്യനായി മാറി. അദ്ദേഹം ഭയങ്കരമായിട്ട് മാറ്റമുണ്ടായി. പിന്നെ സ്ത്രീകളോടെല്ലാം സ്നേഹം വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ നിന്ന് തീരുമാനിച്ചു, ഇനി ഞാൻ ഈ ലോകത്തുള്ള എന്റെ രാജ്യത്തുള്ള ഒരു സ്ത്രീകളെയും കൊല്ലൂല എന്ന് മാത്രമല്ല, ഷെഹറാസാദിനെ രാജാവ് കല്യാണം കഴിച്ചു. ദുനിയാസാദിനെ അനിയത്തിനെ കൊണ്ട് മകനെയും കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ അവര് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ രാജാവിനോട് പറഞ്ഞു കൊടുത്ത കഥകളാണ് ഇതിലുള്ളത് എന്ന് പറഞ്ഞല്ലോ. ഈ കഥകളെല്ലാം കുറേയെല്ലാം നിങ്ങളെല്ലാം പേര് കേട്ടിട്ടുണ്ടാവും. ആലിബാബയും 41 കള്ളന്മാരും, അതുപോലെ തന്നെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്, ബസ്രയിലെ ഹസൻ, മന്ത്രക്കുതിര, ദലീല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കഥകൾ ഈ പുസ്തകത്തിലുണ്ട്. ഇതിൽ നിന്നുള്ള നമുക്ക് കുറച്ച് കഥകൾ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് പറയാൻ പറ്റുമെന്ന് നോക്കാം. കഥ ഇഷ്ടായോ? സൂപ്പർ അല്ലേ? ഓക്കെ, ഈ കഥകളിന്റെ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഇതിന്റെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ഫോളോ ചെയ്തോളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.